നീലഗിരി എക്സ്പ്രസ് വരാൻ ഇനിയും അരമണിക്കൂർ ബാക്കിയുണ്ട്. തിരക്കേറിയ ആ റെയിൽവേ സ്റ്റേഷനിലെ സിമന്റ് ബെഞ്ചിലിരുന്ന് ആകാശ് തൻ്റെ വാച്ചിലേക്ക് നോക്കി. 25 വയസ്സിൻ്റെ തിളക്കവും സ്വപ്നങ്ങളും അവൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നു. അപ്പോഴാണ് സ്റ്റേഷൻ്റെ മൂലയിലുള്ള മങ്ങിയ വെളിച്ചത്തിൽ ഒരാൾ ഇരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. നരച്ച മുടിയും ചുളിഞ്ഞ ചർമ്മവും തളർന്ന കണ്ണുകളുമുള്ള ഒരു വൃദ്ധൻ. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അദ്ദേഹം ഒരു പഴയ പോക്കറ്റ് വാച്ച് മുറുക്കി പിടിച്ചിരുന്നു. ആ മുഖം കണ്ട ആകാശ് ഒന്ന് ഞെട്ടി. അവിശ്വസനീയമായ ഒരു സാമ്യം. തൻ്റെ 60കളിൽ താൻ എങ്ങനെയിരിക്കും എന്നതിൻ്റെ ഒരു നേർചിത്രം പോലെ തോന്നി ആ വൃദ്ധനെ കണ്ടപ്പോൾ. കൗതുകത്തോടെ ആകാശ് അദ്ദേഹത്തിനടുത്തേക്ക് നടന്നു. അവൻ അടുത്തു ചെന്നതും ആ വൃദ്ധൻ തലയുയർത്തി നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് വീണു. "നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു ആകാശ്." ആ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആരാണ്? എന്നെ എങ്ങനെ അറിയാം?" ആകാശ് ഭയത്തോടെ ചോദിച്ചു. "ഞാൻ നിന്റെ വരാനിരിക്കുന്ന കാലമാണ്, നിന്റെ തന്നെ വാർദ്ധക്യം." വൃദ്ധൻ തൻ്റെ വിറയ്ക്കുന്ന കൈ ആകാശിൻ്റെ തോളിൽ വെച്ചു. "നിനക്ക് ഈ ട്രെയിൻ പിടിക്കണമല്ലേ? നിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവാകുമെന്ന് നീ കരുതുന്ന ആ ബിസിനസ് മീറ്റിങ്ങിന് പോകാൻ." ആകാശ് അത്ഭുതത്തോടെ തലയാട്ടി. അതെ, ഈ യാത്ര അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നത്തിലേക്കുള്ളതായിരുന്നു. "പോകരുത്." വൃദ്ധൻ്റെ സ്വരം കടുത്തു. "ഈ ട്രെയിൻ നിന്നെ എത്തിക്കുന്നത് വിജയത്തിലേക്കല്ല, മറിച്ച് ഒരിക്കലും തിരിച്ചു പിടിക്കാനാവാത്ത ഒരു നഷ്ടത്തിലേക്കാണ്. നിന്റെ ലാഭവിഹിതം കൂടുന്ന അതേ സമയത്ത് നാട്ടിൽ നിന്റെ അമ്മ തനിച്ചായിരിക്കും. ഇന്ന് രാത്രി നിനക്കൊരു ഫോൺ കോൾ വരും. അത് നിനക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ആ നിമിഷം നഷ്ടപ്പെട്ടാൽ പിന്നെ ഈ കാണുന്ന എന്നെപ്പോലെ നീ ജീവിതാവസാനം വരെ കുറ്റബോധത്തിൻ്റെ തീയിൽ നീറേണ്ടി വരും." ആകാശ് സ്തംഭിച്ചുപോയി. തൻ്റെ സ്വപ്നവും തൻ്റെ അമ്മയും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു അത്. ദൂരെ ട്രെയിനിൻ്റെ വിസിൽ മുഴങ്ങി. പാളങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി. സമയത്തിൻ്റെ കാവൽക്കാരനാകുക എന്നത് വലിയ ഭാരമാണ് ആകാശ്. നിനക്ക് ഇനിയും മാറ്റാൻ കഴിയുന്ന ഒന്നുണ്ട്: നിന്റെ പ്രയോറിറ്റീസ്. ഈ ട്രെയിൻ വിട്ടുകളയുക, തിരികെ വീട്ടിലേക്ക് പോവുക. ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് ഇരച്ചു കയറി. യാത്രക്കാർ തിരക്കിട്ട് ഓടാൻ തുടങ്ങി. ആകാശ് ഒരു നിമിഷം ആ വൃദ്ധൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ കണ്ടത് അഗാധമായ സങ്കടമായിരുന്നു. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ആകാശ് തൻ്റെ ബാഗ് തോളിലേക്കിട്ടു. പക്ഷേ അവൻ ട്രെയിനിലേക്കല്ല നടന്നത്, മറിച്ച് സ്റ്റേഷന് പുറത്തേക്കായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ കവാടം കടക്കുമ്പോൾ അവൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ ആ പഴയ സിമന്റ് ബെഞ്ച് വിജനമായിരുന്നു. ആ വൃദ്ധൻ അപ്രത്യക്ഷനായിരിക്കുന്നു. അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു. "അമ്മേ, ഞാൻ വരികയാണ്. നമുക്കിന്ന് ഒരുമിച്ച് അത്താഴം കഴിക്കാം." ആകാശ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് നടക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ഭാരം കുറഞ്ഞതുപോലെ തോന്നി. സ്റ്റേഷൻ പരിസരത്തെ തിരക്കുകളിൽ നിന്നും മാറി അവൻ ഒരു ഓട്ടോയിൽ കയറി. വീട്ടിലേക്കുള്ള യാത്രയിലുടനീളം ആ വൃദ്ധൻ്റെ വാക്കുകൾ അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ഉമ്മറത്ത് തന്നെ അമ്മ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മകനെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ ആ മുഖം ആശ്ചര്യത്താൽ വിടർന്നു. "നീ പോയില്ലേ ആകാശ്? നിന്റെ വലിയ മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ?" അമ്മ ചോദിച്ചു. "അതൊക്കെ പിന്നെ ആകാം അമ്മേ. ഇന്നെനിക്ക് അമ്മയോടൊപ്പം ഇരിക്കണമെന്ന് തോന്നി." അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രാത്രി ഭക്ഷണത്തിന് ശേഷം അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് ആകാശിൻ്റെ ഫോൺ ശബ്ദിച്ചത്. അവൻ്റെ ഓഫീസിൽ നിന്നുള്ള കോളായിരുന്നു അത്. ഫോൺ എടുത്ത ആകാശ് കേട്ട വാർത്ത അവനെ നടുക്കിക്കളഞ്ഞു. അവൻ കയറേണ്ടിയിരുന്ന ആ ട്രെയിൻ ഒരു വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. പ്ലാറ്റ്ഫോമിൽ വെച്ച് ആ വൃദ്ധൻ പറഞ്ഞ വലിയ വിപത്ത് അതായിരുന്നുവോ? പക്ഷേ ഞെട്ടലിൽ നിന്നും അവനെ ഉണർത്തിയത് അമ്മയുടെ പെട്ടെന്നുള്ള ശ്വാസമുട്ടലായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖമുള്ള അമ്മ പെട്ടെന്ന് കുഴഞ്ഞു വീണു. ആകാശ് ഒട്ടും വൈകിക്കാതെ അമ്മയെ ആശുപത്രിയിൽ എത്തിച്ചു. കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് മാത്രം അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ആശുപത്രിയിലെ വരാന്തയിലിരിക്കുമ്പോൾ ആകാശ് തൻ്റെ കൈത്തണ്ടയിലെ വാച്ചിലേക്ക് നോക്കി. സമയം അർദ്ധരാത്രി പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ അവൻ്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നു. അതിൽ ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമുണ്ടായിരുന്നു. അത് ആ റെയിൽവേ സ്റ്റേഷനിലെ സിമന്റ് ബെഞ്ചിലിരിക്കുന്ന ഒരു വൃദ്ധൻ്റെ ചിത്രമായിരുന്നു. ചിത്രത്തിന് താഴെ ഇങ്ങനെ കുറിച്ചിരുന്നു: "നീ നിന്റെ സമയത്തെയും സ്നേഹത്തെയും തിരികെ പിടിച്ചിരിക്കുന്നു. എൻ്റെ വാർദ്ധക്യം ഇപ്പോൾ സമാധാനമുള്ളതാണ്, കാരണം ഇന്ന് നിന്റെ ചരിത്രം മാറി എഴുതപ്പെട്ടിരിക്കുന്നു." ആകാശ് വിറയ്ക്കുന്ന വിരലുകളോടെ ആ ഫോട്ടോ സൂം ചെയ്തു നോക്കി. ആ വൃദ്ധൻ്റെ കയ്യിലിരിക്കുന്ന അതേ പോക്കറ്റ് വാച്ച് ഇപ്പോൾ ആകാശിൻ്റെ പോക്കറ്റിലും ഇരിക്കുന്നുണ്ടായിരുന്നു. അത് എപ്പോൾ എങ്ങനെ അവിടെ വന്നു എന്ന് അവനറിയില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം അവന് ഉറപ്പായി: തൻ്റെ വരാനിരിക്കുന്ന കാലത്തെ രക്ഷിച്ചിരിക്കുന്നു. പതിയെ ഹോസ്പിറ്റൽ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി ആകാശ് പുഞ്ചിരിച്ചു. ദൂരെ സ്റ്റേഷനിൽ ഒരു ട്രെയിനിൻ്റെ വിസിൽ ശബ്ദം നേർത്തതായി കേൾക്കാമായിരുന്നു. പക്ഷേ ആ ശബ്ദത്തിന് ഇപ്പോൾ ഭയപ്പെടുത്തുന്ന ഒരു താളമില്ലായിരുന്നു.